സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായ യാത്ര ഉറപ്പു നൽകുന്ന പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്ക് കുന്നംകുളത്ത് തുടക്കമായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മണ്ഡലം തല ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം നടന്നത്. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിലെ വനിതാ യാത്രക്കാർക്ക് കുന്നംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി ടിക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബസ്സിലെ യാത്രികർക്കായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് മധുര പലഹാര വിതരണം നടത്തി. കോൺഗ്രസ് വനിതാ ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൌൺസിലർ അനീന, സത്യഭാമ തുടങ്ങിയവർ ആദ്യയാത്രയിൽ പങ്കാളികളായി. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, നഗരസഭാ കൌൺസിലർ ഷാജി ആലിക്കൽ, മണികണ്ഠൻ കാട്ടകമ്പാൽ, ജയൻ മാസ്റ്റർ, ഉണ്ണി ഏറത്ത്, നെൽസൺ, റെജി മാസ്റ്റർ, KV ഗീവർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. കുന്നംകുളത്ത് നിന്നും ദിവസേന 15-ൽ പരം ട്രിപ്പുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്നുണ്ട്. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് ഈ സൗജന്യയാത്ര അനുവദിച്ചിരിക്കുന്നത്. യാത്രാ സൗകര്യമുള്ള ബസ്സുകൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിച്ചിട്ടുണ്ടാകും. യാത്രയ്ക്കായി പ്രത്യേകം തിരിച്ചറിയൽ കാർഡുകളൊന്നും തന്നെ ആവശ്യമില്ലെന്നും ബസ്സിൽ കയറി കണ്ടക്ടറിൽ നിന്നും പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റ് കൈപ്പറ്റിയാൽ മതിയാകുമെന്നും അധികൃതർ അറിയിച്ചു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് ഈ ആനുകൂല്യം ലഭ്യമാക്കുക. നിലവിലുള്ള നിയമപ്രകാരം സ്ത്രീകൾക്ക് 15 കിലോഗ്രാം വരെയുള്ള ലഗേജുകൾ പൂർണ്ണമായും സൗജന്യമായി ബസ്സിൽ കൊണ്ടുപോകാം. എന്നാൽ സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വയസ്സുവരെയുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കുമുള്ള KSRTCയുടെ വലിയൊരു ചുവടുവയ്പ്പാണ് ഈ പ്രിയദർശിനി പദ്ധതി.